ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഈവനിങ് സ്നാക്സാണ്. ബ്രെഡ് റോളാണ് ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഇത് വളരെ എളുപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. ഇതിനാവശ്യമായിട്ട് ആദ്യമേ വേണ്ടുന്നത് 6 ടേബിൾ സ്പൂൺ ഇളം ചൂടുള്ള വെള്ളം, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 3/4 ടീസ്പൂൺ ഈസ്റ്റ്, പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പ്, 1 കപ്പ് മൈദാമാവും നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് പഞ്ചസാരയും ഈസ്റ്റും ആഡ് ചെയ്യുക. പിന്നെ നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കണം. അതൊരു 5 മിനിറ്റ് നമുക്ക് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. 5 മിനിറ്റിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1 കപ്പ് മൈദാമാവും 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നല്ലപോലെ ഇളക്കണം. പിന്നീട് നമ്മൾ കൈ ഉപയോഗിച്ച് ചപ്പാത്തിയെ കുഴയ്ക്കുന്ന പരുവത്തിൽ നമുക്ക് മാവ് കുഴച്ചെടുക്കാം. നല്ലപോലെ സോഫ്റ്റാക്കി നല്ല കുഴച്ചെടുക്കണം. അതിനുശേഷം അതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ബട്ടർ ഏതെങ്കിലും ഒന്ന് ഒഴിച്ച് നല്ലപോലെ അതിൽ യോജിപ്പിക്കണം. ഓയിലെല്ലാം നല്ലപോലെ മാവിൽ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ട് ഒന്ന് ഓയിൽ മുകളിലേക്ക് ഒന്ന് ഗ്രീസ് ചെയ്തതിന് ശേഷം ഇതൊരു കവർ കൊണ്ട് മൂടി വയ്ക്കാം. ഇത് നമുക്ക് 1 മണിക്കൂർ നേരത്തേക്ക് മൂടി വെക്കേണ്ടതാണ്. ഒരു മണിക്കൂറിന് ശേഷം നമ്മൾ മാവ് ഒന്ന് പൊങ്ങിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ചെറുതായിട്ട് കുറച്ച് മാവ് ഒന്ന് കുതിരയിട്ട് അതൊന്ന് നല്ലപോലെ കുഴച്ചെടുക്കണം. ഇനി അത് നമുക്ക് ചെറിയ ഉരുള
ഉരുളകൾ ഉരുട്ടി ഇതേപോലെ ഷേപ്പിലെടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇത് കവർ കൊണ്ട് ഒരു 30 മിനിറ്റ് മൂടി വെക്കേണ്ടതാണ്. ചൂടായ എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെയാണ് ഫ്രൈ ചെയ്യേണ്ടത്. അതിൻ്റെ പാകം എന്ന് പറയുന്നത് അതാണ്. പിന്നെ ഇത് മീഡിയം ഫ്ലെയിമിലായിരിക്കണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ നമ്മളുടെ ബ്രെഡ് റോള് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് വളരെ സോഫ്റ്റ് ആണ്. ഇതിൽ നമുക്ക് വേണമെങ്കിൽ ജാമോ അല്ലെങ്കിൽ ന്യൂട്രില്ല പോലുള്ളതോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഇതേപോലെ കട്ട് ചെയ്ത് ഉള്ളിൽ തേച്ചിട്ട് നമുക്ക് കഴിക്കാം. അല്ലാതെ ആയെങ്കിലും നമുക്ക് ഇത് യൂസ് ചെയ്യാം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.